ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഒരു IED ബ്ലാസ്റ്റിലേക്ക് എന്ന നിഗമനത്തിൽ, അല്ലെങ്കിൽ IED ബ്ലാസ്റ്റ് ആകാമെന്ന നിഗമനത്തിൽ നമുക്ക് എത്താമോ? അഭിലാഷ്, ഇതിൽ മറ്റൊരു വിഷയം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എയർപോർട്ടിലെ സംഭവ വികാസങ്ങൾ, ATSയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ATCയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അതിന്റെ ഇത് പിന്നെ എന്തെങ്കിലും ഒരു സ്പൂഫിംഗ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു സൈബർ ആക്രമണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന ഈ സ്ഫോടനങ്ങൾ, സ്ഫോടക വസ്തുക്കൾ വലിയ തോതിൽ പിടിച്ചെടുക്കുന്ന സംഭവങ്ങൾ, അതിനിടയിലാണ് ഇപ്പോൾ റെഡ് ഫോർട്ടിൽ നടന്ന ഈ സ്ഫോടനം കൂടി ഉണ്ടായിരിക്കുന്നത്. അതായത് പെഹൽഗാമിന് ശേഷം ആ വെടിനിർത്തലിലേക്ക് ഇന്ത്യ നീങ്ങിയപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇനിയൊരു ഭീകരാക്രമണം ഇന്ത്യക്ക് മേലുണ്ടായാൽ അത് ഇന്ത്യക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായി കാണും എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. അപ്പോൾ ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇതിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പങ്കുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളൊരു വലിയ വിഷയം ഇപ്പോൾ ഇവിടെ ഉയരുന്നുണ്ട്. അന്ന് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്, അന്ന് പെഹൽഗാമിലെ ശേഷം നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ DGMO വിളിച്ച് വെടിനിർത്തൽ അഭ്യർത്ഥന ഉണ്ടാകുന്നു. ഇന്ത്യ അതിന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ഏകദേശം ഒരു മണിയോടുകൂടി പ്രധാനമന്ത്രി രാജ്യത്തോട് നടത്തിയ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, ഇനിയൊരു സംഭവം ഉണ്ടായാൽ അത് രാജ്യത്തിന് നേരെയുള്ള ഒരു ആക്രമണമായി, യുദ്ധപ്രഖ്യാപനമായി കാണും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഭീകരാക്രമണം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് വരികയും അതിന് പിന്നിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പങ്ക് കൈയോ ഉണ്ട് എന്ന് വസന്ത് അവിടെ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് നൽകുകയായിരുന്നു. നിലവിലുള്ള സ്ഥിരീകരിച്ച വാർത്തകൾ അനുസരിച്ച് തീ നിയന്ത്രണ വിധേയമായത് 7:29 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹോം മിനിസ്റ്റർ അമിത്ഷായുമായി സംസാരിച്ചു. അമിത്ഷാ നേരത്തെ തന്നെ ഡൽഹി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചിരുന്നു. നിലവിൽ NSGയും NIAയും അതുപോലെ തന്നെ FSL ടീമുകളും സ്ഥലത്തുണ്ട്. എന്ത് സംഭവിച്ചു എന്നതിന്റെ ഔദ്യോഗികമായ വിവരങ്ങൾ ഇനി വരാനുണ്ട്. മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമോ എന്ന ആശങ്ക സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരെ സംബന്ധിച്ചുകൊണ്ട് വളരെ കാലത്തിന് ശേഷം രാജ്യ തലസ്ഥാനം ഒരു ഭീകരാക്രമണത്തിന് വിധേയമായിരിക്കുന്നു. ഇന്ന് ഫരീദാബാദിൽ നിന്ന് RDX പിടിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി കൂട്ടി വായിക്കാം. ഡൽഹിയെ നടുക്കിയ സ്ഫോടനത്തിന്റെ വിവരങ്ങളാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. NIA സംഘം ഇപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് ടീമിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമായാലുടൻ ഈ അപകട കാരണം, ഈ സ്ഫോടനത്തിന്റെ കാരണം, എങ്ങനെ സ്ഫോടനം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ നൽകാൻ കഴിയും. ഹൈ ഇന്റൻസിറ്റി ബ്ലാസ്റ്റ് ആണ് ഉണ്ടായത്. ഒരു പക്ഷേ IED ആകാം, പോസിബിൾ IED അറ്റാക്ക് എന്ന നിലയിലാണ് ഇപ്പോൾ ദേശീയ തലസ്ഥാനത്തെ കാര്യങ്ങൾ ഡിഫൻസ് എക്സ്പേർട്സ് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം വേണം. ഔദ്യോഗികമായ സ്ഥിരീകരണം ഇല്ലാതെ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് പറയുക സാധ്യമല്ല. പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച തീർച്ചപ്പെടുത്തിയ കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് ഇനി വരേണ്ടത്. അർജുൻ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പ്രധാനമന്ത്രി തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ എന്താണ്? ഈ പൊള്ളലേറ്റ ആളുകളുടെ ഇഞ്ചുറി എത്രമാത്രം ഗൗരവതരമായ പൊള്ളലാണ്? 14 പേർ നേരത്തെ പറഞ്ഞിരുന്നു. പൊള്ളലേറ്റ ആളുകളുടെ എണ്ണം ഇനി കൂടാൻ സാധ്യതയുണ്ടോ? അഭിലാഷെ, കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ കൂടാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ ഇവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. 3 പേരുടെ നിലയാണ് ഗുരുതരമായി തന്നെ ഇപ്പോൾ തുടരുന്നത്. ഒരാളുടെ നില തൃപ്തികരമാണെന്നുള്ള ഒരു വിവരം കൂടി ആശുപത്രിയിൽ നിന്നും ആളുകൾ നൽകിയിരുന്നു. അതായത് ദൃക്സാക്ഷികളോടക്കം നമ്മൾ സംസാരിച്ചിരുന്നു. ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, അവർ 5-6 മൃതശരീരങ്ങൾ എടുത്ത് ആശുപത്രിയിലേക്ക് ഓടിയ ആളുകളാണ്, ആംബുലൻസിലേക്ക് ഓടിയ ആളുകളാണ്. അവർ വ്യക്തമാക്കുന്ന കാര്യമനുസരിച്ച് ഈ സംഭവ സ്ഥലത്ത് നിന്നും എല്ലാ ആളുകളെയും, പരിക്കേറ്റ ആളുകളെ അടക്കം മാറ്റി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. കൂടുതൽ ചികിത്സയോ കൂടുതൽ ഉപകരണങ്ങളോ വേണമെങ്കിൽ മാത്രമാണ് ആംബുലൻസുകൾ ഇപ്പോൾ ഒരു ആശുപത്രിയിൽ നിന്നും മറ്റ് ആശുപത്രിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള മറ്റൊരു വിവരം കൂടി, പ്രധാനപ്പെട്ട വിവരം കൂടി നൽകാൻ സാധിക്കും. അതായത് പരിക്കേറ്റവരെ, അതായത് സംഭവ സ്ഥലത്ത് നേരിട്ട് ബാധിക്കപ്പെട്ടവരെ എല്ലാവരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് നിലവിൽ ഏറ്റവും പുതുതായി സ്ഥിരീകരിച്ചത് പറയാൻ സാധിക്കുക. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും കൊണ്ടുവന്നിരിക്കുന്നത് LNJP ആശുപത്രിയിൽ തന്നെയാണ്. അവിടെയാണ് ഇത്തരം പൊള്ളലേൽക്കുന്ന ആളുകൾക്ക് നല്ല വിദഗ്ധ ചികിത്സ, മികവാർന്ന ചികിത്സ നൽകാൻ സാധിക്കുന്നത്. ഈ ആശുപത്രി
ഏറ്റുമുട്ടലിലാണ് ഈ ബേൺ ഇഞ്ചുറീസിന് പ്രത്യേകം ഒരു വിഭാഗം തന്നെ ഈ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ മാത്രമല്ല അടുത്താണ്, അതുകൊണ്ടൊക്കെയാണ് ഇവിടേക്ക് ഈ ആളുകളെ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടേക്ക് 15 പേരെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ സൂപ്രണ്ടന്റ് പറഞ്ഞിരുന്നത്. അതിൽ 9 പേർ മരിച്ചു എന്നുള്ള കാര്യമാണ്. 8 പേർ എത്തുമ്പോൾ തന്നെ മരിച്ചിരുന്നു. 9ാമത്തെ ആൾ ഇവിടെ ചികിത്സയിൽ ഇരിക്കുമ്പോൾ മരിച്ചു എന്നുള്ള കാര്യമാണ്. 3 പേർ ഗുരുതരമായി ചികിത്സയിൽ തുടരുന്നു. ഒരാളുടെ നില ഇപ്പോൾ തൃപ്തികരമാണ്. എന്തായാലും ഏകദേശം 20-21 പേർക്ക് പരിക്കുണ്ട് എന്നുള്ള വിവരം കൂടിയുണ്ട്. അതിൽ കുറച്ചു പേർ മാത്രമാണ് LNJP-യിലുള്ളത്. മറ്റുള്ളവരെ ഇപ്പോൾ RML-ലോ അതല്ലെങ്കിൽ ഈ LNJ ഹോസ്പിറ്റലിൽ തന്നെ മറ്റു വിഭാഗങ്ങളിലേക്ക് മാറ്റിയിരിക്കാനുള്ള സാധ്യതയും എന്തായാലും ഇപ്പോൾ വളരെ കൂടുതലാണ്. ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറഞ്ഞത് ഞങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പരിക്കേറ്റ് വന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് എന്തായാലും ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ദൃക്സാക്ഷികളടക്കം പറയുന്ന ഒരു കാര്യം വെച്ച് ഇത് ചെറിയൊരു സ്ഫോടനമല്ല, വലിയ തീവ്രതയുണ്ട്. അതായത് കിലോമീറ്ററുകൾ 2-3 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ ഇതിന്റെ ഒച്ച കേട്ട ആളുകളുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതൊരു സിലിണ്ടർ സ്ഫോടനം ആയിരിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഗ്രാവിറ്റി നമ്മളിപ്പോൾ ഇതൊരു ഭീകരാക്രമണ സാധ്യതയാണ് അല്ലെങ്കിൽ അത് തള്ളിക്കളയില്ല എന്ന് പറയുമ്പോൾ പോലും സ്ഥിരീകരിക്കാതെ പറയുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ചും ഇന്ന് ഇത്തരത്തിൽ ഈ ദേശീയ തലസ്ഥാന മേഖലയിൽ എത്തിയാറിൽ തന്നെ വലിയ തോതിൽ ആയുധങ്ങളും ഈ സ്ഫോടക വസ്തുക്കളും അടക്കം പിടിച്ചെടുത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും അന്വേഷണങ്ങൾ നടക്കുകയാണ്. വൈകാതെ തന്നെ നമുക്ക് ആ കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കുന്നു. ഒപ്പം കണക്കുകളെ സംബന്ധിച്ചും വളരെ വൈകാതെ തന്നെ ഒരു വ്യക്തമായിട്ടുള്ള കണക്ക് നമുക്ക് ലഭിക്കും. എന്തായാലും ആരും ഇപ്പോൾ പുറത്ത് അതായത് പരിക്കേറ്റവരെ ആരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുവരാനില്ല എന്നുള്ളതാണ്. എല്ലാവരും ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. 9 മരണസംഖ്യ. അഭിലാഷ്, തീർച്ചയായും 9 മരണസംഖ്യ. 6:52 ഈ സ്ഫോടനം നടന്നത്. 7:29 ആയപ്പോഴേക്ക് അഗ്നിബാധ പൂർണ്ണമായും അണച്ചു. അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് അപകടത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. സംഭവ സ്ഥലത്ത് ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ല. അഗ്നിബാധ പൂർണ്ണമായും അണച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുന്നു. 7:29 അഗ്നിബാധ പൂർണ്ണമായും അണച്ചു. മുഴുവൻ ആളുകളെയും അതായത് പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്ക് എത്തിച്ചു. മരണസംഖ്യ പക്ഷേ ഉയരാനുള്ള സാധ്യത എന്ന് പറയുന്നത് പൊള്ളലേറ്റ ആളുകളിൽ സാരമായി പരിക്കേറ്റ 3 പേരുണ്ട്. അവരുടെ നില ആശങ്കാജനകമാണ്. അതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്ന കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. ഡൽഹിയെ നടുക്കിയ ഈ സ്ഫോടനം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്.